The World Health Organizations are defined some life things, right? Life skill things, right? What are the things? First one is what? You should be. First one is what? എങ്ങനെയാണ് ലൈഫ് സ്കിൽ എന്താ ഡിസൈൻ ചെയ്തത്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു 10 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സെൽഫ് അവയർനെസ്. ഗുഡ്. ഫസ്റ്റ് ഓൺ സെൽഫ് അവയർനെസ്. സെൽഫ് അവയർനെസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? വാട്ട് ആർ ദ തിങ്സ് വി നീഡ് ടു കെയർ? അവർ positive attitude and negative attitude, again desire and dislikes, right? Then second one is what? So first one is, once again, first one is self-awareness, second one is empathy. What is meant by empathy? Empathy means what? It is used to creating a relationship with others, right? So we need to care about the situations of our friend or other person. Okay, ഒരാളുടെ സിറ്റുവേഷൻസ് നോക്കണം. Sometimes that people is affected by some disease or some mental stress. So that people, so just analyze the mental situations or circumstance situations of that peoples and help that people. Okay, so empathy will use to create a relationship with others. Is it clear? In self-awareness, we need to aware ourselves. So that time we need to analyze your attitudes. Okay, endadanengile njan self aware aanengile I need to aware myself. So what are the things of my positive, what are the negative, that things we need to analyze, right? So second thing is empathy. So empathy is helps to creating a relationship with the others. Okay, appo engane empathy engane irikkanam? So baakiyulla aalkarinte situations just analyze cheyanam. Analyze cheyda shesham again endu cheyanam? Avarinte koodi oru relationship maintain cheyanam. Okay, sometimes some people are silent. Okay, appo analyze that person's situations. Okay, so ആ പേഴ്സന്റെ സിറ്റുവേഷൻ, നിങ്ങളുടെ കൂട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കുട്ടി ഒരു സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, ഒരു ഫ്രണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അവർ സൈലന്റ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കാതെ ഇരിക്കണമെന്നാണോ? ഇല്ല, നിങ്ങൾ എന്ത് ചെയ്യണം? അവിടുത്തെ പോയി ജസ്റ്റ് ചോദിക്കണം, വാട്ട് ഈസ് യുവർ പ്രോബ്ലം. എങ്ങനെ എന്ത് ചെയ്യണം? അങ്ങനെ സംസാരിക്കുമ്പോഴായിരിക്കും ആ കുട്ടി എന്ത് ചെയ്യുന്നത്? ആക്റ്റീവ് മോഡിലേക്ക് വരുന്നത്. ഓക്കെ, ദാറ്റ്സ് ദ തിങ്സ് ആർ ഡിഫൈൻഡ് ബൈ എംപതി. എംപതി, യു ആർ ഫെമിലിയർ. എംപതി ഈസ് എ ക്രിയേറ്റിംഗ് എ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷൻസ്, അതിൽ നമ്മൾ രണ്ട് സിറ്റുവേഷൻസ് നമ്മൾ പറയുന്നുണ്ട്. എന്തൊക്കെ സിറ്റുവേഷൻസ് ആണ് നമ്മൾ പറയുന്നത്? എയ്ഡ്സ് പീപ്പിൾ, എന്താണ് മെന്റലി വീക്കായ പീപ്പിൾ, ഇവരുടെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു ടോക്ക് മോർ ടൈം. ഓക്കെ, അവരെ നമ്മൾ എന്ത് ചെയ്യണം? കെയർ ചെയ്യണം. ഓക്കെ, കെയർ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? വി ആർ ഫോമിങ് ദ എംപതി. ഓക്കെ, അപ്പൊ എംപതി എന്നുള്ളത് ക്ലിയർ ആയാ? ഓക്കെ, എംപതി ഈസ് ക്രിയേറ്റിംഗ് എ റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് അതർ. ഓക്കെ, അനദർ വൺ ഈസ് ക്രിട്ടിക്കൽ തിങ്കിങ്. സോ ക്രിട്ടിക്കൽ തിങ്കിങ്, വി നോ ദാറ്റ് critical thinking is that it is an ability to analyze information and experience. Okay, so in some situations, in certain situations, we need to think ourselves. Okay, so for example, എന്താണ്, നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പോൾ ഒരു എക്സാം എഴുതാൻ പോകുമ്പോൾ എന്താണ്, സംടൈംസ് നിങ്ങൾ ഹാൾ ടിക്കറ്റ് എടുത്തിട്ടില്ല. ഓക്കെ, ഹാൾ ടിക്കറ്റ് എടുത്തിട്ടില്ല. എക്സാമിന് എന്താണ് 15 minutes ആണ് ഉള്ളത്. സോ യു നീഡ് ടു റൈറ്റ് ദാറ്റ് എക്സാമിനേഷൻ. ഓക്കെ, ദാറ്റ് ടൈം യു നീഡ് ടു തിങ്കിങ് എ ക്രിയേറ്റീവ് തിങ്കിങ്, റൈറ്റ്? സോ ആ ടൈമിൽ ഓക്കെ, നമ്മൾ ഹാൾ ടിക്കറ്റ് എടുത്തിട്ടില്ല, നമ്മളെ കൊണ്ട് എഴുതാൻ പറ്റൂല, അങ്ങനെയുള്ള ഒരു തോട്ടിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. ഓക്കെ, സോ ഒരു കാര്യം നടന്നു കഴിഞ്ഞു, നിങ്ങൾ ഹാൾ ടിക്കറ്റ് എടുത്തിട്ടില്ല, സോ സം ID പ്രൂഫ് എടുത്തിട്ടില്ല. സോ യു നീഡ് ടു അനലൈസ് ദ ആൾട്ടർനേറ്റീവ് വേസ്. ഓക്കെ, സോ അതാണ് ക്രിയേറ്റീവ് തിങ്കിങ്. സോ ഇൻ ക്രിയേറ്റീവ് തിങ്കിങ് വി നീഡ് ടു അനലൈസ് ദ എക്സ്പീരിയൻസ്. ഓക്കെ, എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ സോ ഓൾറെഡി ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ആയിരിക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ യു എബിലിറ്റി ടു അനലൈസ് ദ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ആൻ ഒബ്ജക്റ്റീവ് മാനർ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടും. അപ്പോൾ എക്സാമിന്റെ ഹാൾ ടിക്കറ്റിന്റെ കേസിൽ നമ്മൾ എന്ത് പറയാം? സോ സപ്പോസ് നമ്മൾ അവിടെ ചോദിച്ചു നോക്കാം എന്താണ്. സോ സംടൈംസ് ഹാൾ ടിക്കറ്റ് വരാത്ത കുട്ടികൾക്ക് എന്താണ് പ്രൊസീജിയേഴ്സ്, എന്താണ് നിങ്ങൾ ചെയ്യുക? ഓക്കെ, അങ്ങനെയുള്ള കേസസ് നമ്മൾ എന്ത് ചെയ്യാം? അവിടെ ചോദിച്ചു നോക്കാം. ചോദിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ പ്രൊസീജിയേഴ്സ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്. Is it clear? So critical thinking, you can write any example for that. ഏത് എക്സാമ്പിൾ വേണമെങ്കിലും എഴുതാം. ഞാൻ എൻ്റെ കേസിലാണ് എക്സാമ്പിൾസ് പറയുന്നത്. യെസ്റ്റർഡേ വേറെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. ഒന്ന് ക്രിക്കറ്റ് പറഞ്ഞു, ഒന്ന് ഫ്ലഡിന്റെ കേസ് പറഞ്ഞു. ഓക്കെ, സോ എനി കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് വി ക്യാൻ ഏത് ഈ സിറ്റുവേഷൻ്റെ കൂടി ഇത് മാച്ച് ആവുന്നുണ്ടോ, സോ യു ക്യാൻ റൈറ്റ് ദാറ്റ് എക്സാമ്പിൾ.
Okay, so critical thinking, it is an ability to analyze the information and experience in an objective manner. Okay, critical thinking can contribute to health by helping us to recognize and assess the factors that influence attitudes and behaviors. Okay, most of the time, critical thinking will come the pressure time, right? നിങ്ങൾ ഹാൾ ടിക്കറ്റ് കൊണ്ടുപോയില്ലാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ദ പ്രഷർ തിങ് റൈറ്റ്. സോ ആ ടൈമിലാണ് നമുക്ക് എന്ത് വരിക, ആ ടൈമിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നിങ്ങൾ സംടൈം യു വിൽ ബി ടെൻസ്ഡ്. ഓക്കെ, സോ യു ടേക്ക് എ ഡിസിഷൻസ് ഫോർ വൺ തിങ്. ആ ടൈമിൽ നിങ്ങൾ ഭയങ്കര ടെൻസ്ഡ് ആണ്, പക്ഷേ ആ ടൈമിൽ നിങ്ങൾ ഒരു ഡിസിഷൻസ് എടുത്തേ പറ്റൂ. ഓക്കെ, സോ യു ദാറ്റ് ജസ്റ്റ് അനലൈസ് ദ എക്സിസ്റ്റിംഗ് തിങ്സ്. കുറേ കാര്യങ്ങൾ ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ഡിസിഷൻസ് എടുക്കുക. Okay, then after that, then another one is creative thinking. So creative thinking is a novel way of seeing or doing things that is characteristics of our components. Okay, so this is the new thing. We are generating new ideas. So creative thinking have a 4 components are there. One is fluency and flexibility and originality and elaboration. Okay, so fluency means generating new ideas. Flexibility means shifting perspective easily. Then originality means conceiving of something new. Conceiving means what? Conceiving means what? Conceiving means it's creating new ideas. Okay, the fresh ideas. Okay, ആ ഐഡിയാസ് വേറെ ഒരാൾക്കാർക്കും ഉണ്ടാവില്ല, നിങ്ങളാണ് സ്റ്റാർട്ട് ചെയ്ത ഐഡിയ. ഓക്കെ, എക്സിസ്റ്റിംഗിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഐഡിയാസ് ഒരാൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, സോ conceiving of something new. Then elaboration, building on other ideas. Elaborations means already existing one idea is there, but we are modifying something there. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മൊബൈൽ ഫോണിൻ്റെ കേസിൽ പറയാം അല്ലേ. മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് കേസിൽ മൊബൈൽ ഫോൺ എങ്ങനെയാണ് വന്നത്? ഓക്കെ, ജസ്റ്റ് ഒരു കീപാഡ് ഉണ്ടായിരുന്നു, ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നു, ജസ്റ്റ് വി ആർ ടോക്കിംഗ്, സംസാരിക്കാനും മെസ്സേജ് അയക്കാനും മാത്രമാണ്. അഗൈൻ ആഫ്റ്റർ ദാറ്റ് അത് എന്തായി, മൾട്ടിമീഡിയ ആയി. സോ എക്സിസ്റ്റിംഗ് മോഡൽ ഈസ് ദെയർ, ബട്ട് വി ആർ മോഡിഫൈയിങ് ദാറ്റ് മോഡൽ. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് അതിലുണ്ട്, പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്തതിനെ മോഡിഫൈ ചെയ്ത് വരികയാണ്. ഓക്കെ, സോ ഇൻ എനി കൈൻഡ് ഓഫ് ഡിസൈൻസ്, ഓക്കെ, ഏതൊരു ഡിസൈൻസ് നോക്കിയാലും അതിൽ എന്തുണ്ടാവും, നമുക്ക് മോഡിഫിക്കേഷൻസ് ഉണ്ടാവും. സോ ഇൻ ദാറ്റ് കേസ് we are using elaboration. Elaboration means already other own idea is there. We are just എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ഐഡിയ നമ്മൾ മോഡിഫൈ ചെയ്ത് പുതിയ ഐഡിയ ആയിട്ട് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, then after that, decision making. So decision making is important thing. Decision making help us to deal constructively with decisions about our lives. Okay, in our normal life, in every day in human life, we need to take more decisions, right? So decision making help us to deal constructively with decisions about our lives. Okay, this can be have consequence for health. So sometimes you are not making some decisions. Okay, so നിങ്ങൾ ഒരു ഡിസിഷൻസ് എടുത്തേ പറ്റും, ബട്ട് ഒരു സിറ്റുവേഷൻ വന്നു, ഒരു പ്രോബ്ലം വന്നു. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് പ്രോബ്ലം യു നീഡ് ടേക്ക് സം ഡിസിഷൻസ്. ഓക്കെ, ഡിസിഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾ നോർമൽ ആണോ? ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ്, ഒരു സിനോറിയോ പറയുകയാണ്. ഓക്കെ, നിങ്ങൾ 12th കംപ്ലീറ്റ് ആയി. സോ യു നീഡ് ടു സെലക്ട് എ ബ്രാഞ്ച്, ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യണം. ഓക്കെ, സോ യു ആർ സ്റ്റിൽ കൺഫ്യൂസ്ഡ്. ഓക്കെ, വിച്ച് ബ്രാഞ്ച് യു ആർ ഗോയിങ് ടു സെലക്ട്. ഓക്കെ, സോ ദാറ്റ് ടൈം നമ്മൾ വൺ ഡേ ആലോചിക്കാം. ഓക്കെ, ഡിസൈൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾ കുറേ അനലൈസ് ചെയ്തു. സോ ബട്ട് നമ്മൾ ആ ഡിസിഷൻസ് എടുത്തില്ലെങ്കിൽ നമ്മൾ മെന്റലി എന്താവും, വീക്ക് ആവും. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കുറച്ച് ടൈം അതിന് എന്ത് ചെയ്യരുത്, അധിക സമയം അങ്ങനെ കൊണ്ടുവച്ച് ചിന്തിക്കാൻ പോകരുത്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ടൈം, ഓക്കെ, കുറച്ച് സമയം എടുത്തോ, കുറച്ച് എന്ത് ചെയ്യോ, കുറച്ച് കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾ അപ്പം തന്നെ എന്ത് ചെയ്യണം, ഡിസിഷൻസ് എടുക്കണം. അപ്പോൾ ഇതിൽ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ലൈൻ പറയുന്നുണ്ട്, ദിസ് ക്യാൻ ഹാവ് കൺസിക്വൻസ് ഫോർ ഹെൽത്ത്. സംടൈംസ് യു ആർ നോട്ട് ടേക്കിംഗ് സം ഡിസിഷൻസ് മീൻസ് യു വിൽ ബി വീക്ക്. ഓക്കെ, നിങ്ങൾ ഒരു ഡിസിഷൻസ് എടുത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ എന്ത് തന്നെയാണ്, വീക്ക് തന്നെയാണ്. നമ്മൾ മെന്റലി നമ്മൾ എന്താവും, സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ആവും. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ആ ഡിസിഷൻസ് പെൻഡിങ് ആണ്, പ്രോബ്ലം വന്നിട്ടുണ്ട്, അതിൽ ഡിസിഷൻസ് എടുത്തിട്ടില്ല. ഓക്കെ, ഇന്ന് ചെയ്യാം ഇല്ലെങ്കിൽ നാളെ ഡിസിഷൻസ് എടുക്കാന്ന് പറയുമ്പോൾ ഡേ ടു ഡേ പോവാൻ നമുക്ക് എന്ത് വരും, നമ്മൾ മെന്റലി വീക്കായി പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. മെന്റലി വീക്ക് ആവെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് വരാൻ തുടങ്ങും. ഓക്കെ, so it can teach people how actually make decisions about their actions in relation to healthy assessment of different options and what effects these different decisions are likely to have. Okay, so decision making is help us to deal constructively with decisions about our lives. Okay, so clear. So if not making if you're not making a decision means that will affect our health.
Next one is problem solving. So problem solving help us to deal constructively with the problems in our lives. Okay, so in our problems, daily life, there have some problems are there. So we need to solve that problem. Okay, ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിൽ ഓഫായി പോകരുത്. എങ്ങനെയാണ് ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ള ഇതാണ് നമ്മൾ പ്രൊസീജിയേഴ്സ് ആണ് നോക്കേണ്ടത്. Okay, so problem solving also help us to deal constructively with problems in our life. So significant problems that are left unresolved can cause mental stress and give rise to accompanying physical state. Okay, so ഇപ്പോൾ നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാലും എന്ത് പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ട്. So this can cause mental stress and give rise to the accompanying physical strain. Okay, so problem solving clear ആണോ? So most of the topics are similar because decisions വന്നാലും problem വന്നാലാണ് നമ്മൾ decisions എടുക്കുക. So problem solving in also have in day to day life, they have many problems are there. We need to solve that problems. So in that case, so if you not solve that problem means you will be feel stressed. Okay, ഒരു പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഫ്രഷ് ആണോ? നിങ്ങൾക്കൊരു പ്രോബ്ലം വന്നു, പ്രോബ്ലം നിങ്ങൾ സ്റ്റിൽ സോൾവ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഹാപ്പി ആണോ? യെസ് ആണോ നോ ആണോ? എന്തായാലും ഉറങ്ങിപ്പോയാ? ഓക്കെ, സോ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്? ഇറ്റ്സ് ഏതൊരു ഇപ്പോൾ ലൈഫ് സ്കില്ലിന് മെയിൻ ആയിട്ട് പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? എന്തൊരു സിറ്റുവേഷൻസ് വന്നാലും നിങ്ങൾ എന്ത് ചെയ്യരുത്? അപ്സെറ്റ് ആയി പോകരുത്. ഓക്കെ, സോ ഫേസ് ദാറ്റ് ചാലഞ്ച്. എല്ലാത്തിനെയും ഒരു ചാലഞ്ച് ആയിട്ട് എടുക്കണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻ ദിസ് സെം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? 5 പേപ്പേഴ്സ് പഠിക്കുന്നുണ്ടല്ലേ? അപ്പോൾ 5 പേപ്പേഴ്സിന് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ചാലഞ്ച് ആയിട്ട് എടുക്കുക. ചാലഞ്ച് ആയിട്ട് എടുത്ത് എന്ത് ചെയ്യുക? അതിനെ പാസ്സാവാൻ ശ്രമിക്കുക. ഓക്കെ, സോ എന്തൊരു പ്രോബ്ലം, എന്തൊരു സിറ്റുവേഷൻസ് വന്നാലും നിങ്ങൾ എന്താവരുത്? ഓക്കെ, ഇതിന്റെ മോഡൽ എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞിട്ട് എന്താവാൻ നിൽക്കരുത്? ഓഫ് ആവാന് നിൽക്കരുത്. ഓക്കെ, ട്രൈ ടു face that problem, try to solve that problem, try to challenge that problem. Okay, so problem solving is clear. Problem solving helps us to deal constructively with the problems in our lives. Significant problems that are left unresolved can cause mental stress and give rise to accompanying physical strain. So mental stress വന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫിസിക്കൽ സ്ട്രെസ് എന്താവും വരും. Then another one is interpersonal relationship. What is meant by interpersonal relationship? Last class ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. What is meant by interpersonal relationship? That is the relationship between the two peoples. Okay, relationship between two peoples. ഈ സെന്റൻസ് തന്നെ അങ്ങനെ എഴുതണമെന്നില്ല, ഞാൻ കുറച്ച് എലോബറേറ്റ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇന്റർപേഴ്സണൽ എന്ന് പറയുമ്പോൾ എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു പീപ്പിൾസ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതുൽ സെബാസ്റ്റ്യൻ ഉണ്ട്, അപ്പൊ അതുൽ സെബാസ്റ്റ്യന്റെ കൂടിയുള്ള അനുരാഗ്. ഓക്കെ, സോ ദ ബോത്ത് ആർ ഫ്രണ്ട്സ്, റൈറ്റ്? ദാറ്റ് ഈസ് ദ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. സോ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മീൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു പീപ്പിൾസ്. ഓക്കെ, രണ്ട് പീപ്പിൾസിന്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പാണ്. ഓക്കെ, സംടൈംസ് അത് പാരന്റിന്റെ കൂടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സ്, നമ്മളുടെ അങ്കിൾ, ആന്റി, ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. Okay, so interpersonal relationship skill help us to relate positive ways with the people we interact with. Okay, this may mean being able to make and keep friendly relationship, which can be great importance to our mental and social well-being. Okay, so interpersonal relationship skill help us to relate positive ways with the people. Okay, so ഇതൊന്നും ഒരു കാര്യം പറയണത് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇന്റർപേഴ്സണൽ സ്കില്ല് നിങ്ങൾ ഒരിക്കലും ഒരു പേഴ്സണിക്ക് എന്ത് കൊടുക്കരുത്? നെഗറ്റീവ് എനർജി കൊടുക്കരുത്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് ഒരു ഐഡിയ പറയുകയാണ്, ഷെയർ ചെയ്യാണ്. ഓക്കെ, ഞാനൊന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫ്രണ്ട് ഇപ്പം മോസ്റ്റ് ആയിട്ട് സംഭവിക്കുന്നതാണ്, ഒരു സെമ്മിൽ അവൻ ഒരു സീരീസ് ടെസ്റ്റിൽ കുറച്ച് പേപ്പേഴ്സ് ഫെയിലായി. ഓക്കെ, ഫെയിലായിട്ട് അവന് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഓക്കെ എനിക്ക് 5 പേപ്പർ ഫെയിലായി പോയി, സോ എനിക്ക് നെക്സ്റ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പോസിറ്റീവ് എനർജിയാണ് കൊടുക്കേണ്ടത്. യു ഷുഡ് ബി ടോക്ക് വിത്ത് പോസിറ്റീവ് മാൻ. ഓക്കെ, സോ നിങ്ങളൊരു കോൺഫിഡൻറ്റ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫ്രണ്ടിന് നിങ്ങളുടെ കൂടെ എന്ത് വരും? ഒരു ബോണ്ട് വരും. ഓക്കെ, സോ ആരുടെ കൂടി സംസാരിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് വേയിലായിരിക്കണം സംസാരിക്കേണ്ടത്. യു ഷുഡ് വിത്ത് ബി പോസിറ്റീവ്. ചില ആൾക്കാരുണ്ട്, കണ്ടിട്ടുണ്ട്, നമ്മൾ എന്ത് പറഞ്ഞാലും ദേ വിൽ ബി ടോക്ക് വിത്ത് നെഗറ്റീവ്. ഓക്കെ, അങ്ങനെയുള്ള നെഗറ്റീവ് പീപ്പിൾസിൻ്റെ കൂടി അധികം എന്ത് ചെയ്യാൻ പോകരുത്? നിങ്ങൾ ഇൻട്രാക്റ്റീവ് ചെയ്യാൻ പോകരുത്. പോസിറ്റീവ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മനസ്സിലായോ? സോ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഷുഡ് ടോക്ക് വിത്ത് പോസിറ്റീവ് മാനർ. ഓക്കെ, സപ്പോസ് അവൻ എന്തെങ്കിലും അവനെ കൊണ്ട് പറ്റാത്ത കാര്യമായിരിക്കും നിങ്ങളടുത്ത് പറയുന്നത്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഷുഡ് ഗിവ് സം കോൺഫിഡൻറ്റ്. ഓക്കെ, സോ ദാറ്റ് കോൺഫിഡൻറ്റ് ഹെൽപ്പ് us ടു മേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഗുഡ് റിലേഷൻഷിപ്പ്.
ഓക്കെ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് പറയുന്നുണ്ട്, ഓക്കെ ഇത് നിന്നെ കൊണ്ട് പറ്റും, യു ക്യാൻ ഡു ദാറ്റ്. ഓക്കെ. സോ അങ്ങനെ പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക? കുറച്ചുകൂടി ആ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടി സ്ട്രോങ് ആവുക. ഓക്കെ. സോ യു ഷുഡ് ടോക്ക് വിത്ത് friends in a positive manner. Interpersonal relationship skill help us to relate in positive ways with the peoples we interact with. This may be being able to make a keep friendly relationship which may be great importance to our mental and social well-being. ഓക്കെ, നിങ്ങൾ പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ ബെനിഫിറ്റ് എന്താണ്? അവൻ എന്തായിരിക്കും? കുറച്ചുകൂടി സ്ട്രോങ് ആവും. ഓക്കെ, മെന്റൽ വൈസ് എന്താണ്, അവന് ഫിസിക്കലിയും കുറച്ച് സ്ട്രോങ് ആവും. കുറച്ച് കോൺഫിഡൻറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ അവൻ എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് അവർ തന്നെ കുറച്ച് എന്ത് ചെയ്യും? സ്ട്രോങ് ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. Okay, then after that, then another one is the interpersonal relationship. It may be in keeping good relationship with family members, which are important source of social support. It may be able to end relationship constructively. Okay, so good relationship with the should be the family members, which are an important sources of social support. It may be also mean be able to end relationship constructively. Okay, another one is effective communication. So effective communication one is important thing actually. So you know something, so you need to share the all the things to another person. What is mean by communication? Communication is sharing information from one to another. Okay, ചില ആൾക്കാർ പറയും നമുക്ക് മനസ്സിലാവില്ല, റൈറ്റ്? സോ ചില ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല എന്ന് വെച്ചാൽ, സോ ദാറ്റ് പേഴ്സൺ നോ ഓൾ തിങ്സ്, ബട്ട് അയാൾ പ്രസന്റ് ചെയ്യുന്ന വേയിലാണ് എന്തോ തെറ്റ്. ഓക്കെ, സോ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ജസ്റ്റ് ജഡ്ജ് ദ ഓഡിയൻസ്. ഓക്കെ, ഓഡിയൻസിനെ എപ്പോഴും ജഡ്ജ് ചെയ്യണം. ഓക്കെ, ജഡ്ജ് ചെയ്ത ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സംസാരിക്കേണ്ടത്. ഓക്കെ, സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഇപ്പോൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരാളിന് ഒട്ടും മനസ്സിലാവില്ല, ഒരു ഇംഗ്ലീഷ് മനസ്സിലാവില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു വേറെ ഒരു ലാംഗ്വേജ് മനസ്സിലാവില്ല. ചില ആൾക്കാർക്ക് ചിലത് ലൈറ്റായിട്ട് പറഞ്ഞാൽ മനസ്സിലാവും, ചില ആൾക്കാർക്ക് കുറച്ച് ഡീപ്പായിട്ട് പറഞ്ഞാൽ മാത്രമാണ് മനസ്സിലാവുക. സോ ഫസ്റ്റ് ജഡ്ജ് ദ ഓഡിയൻസ് ആൻഡ് share your information. Okay, so communication, effective communication is nothing, it is just sharing the information from one to another. So effective communication means that we are able to express ourselves. Okay, നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്? എക്സ്പ്രസ് ചെയ്യാണ്. We are able to express ourselves both verbally and non-verbally. Okay, sometimes നമ്മൾ എന്ത് ചെയ്യും? Verbally means നമ്മൾ എഴുതി സംസാരിച്ച് കാണിക്കുക. നോൺ വെർബലി മീൻസ് സം ആക്ഷൻസ്. ഓക്കെ, so some actions, through the some actions we are sharing them informations. So effective communication means that we are able to express ourselves both verbally and non-verbally in ways that appropriate to our cultural and situations. Okay, so these things, the last two lines, in ways that appropriate to our cultures and situations. So situations means you should analyze the ഓഡിയൻസ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്യൂച്ചറിൽ എന്താണ്, സപ്പോസ് ഒരു മോട്ടിവേറ്റർ സ്പീക്കറായിട്ട് പോവാം, ഇല്ലെങ്കിൽ എന്താണ് ഒരു HR ആയിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ പോവാം. നിങ്ങൾ കുറേ ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിക്കാനാണ് പോണത്. ഓക്കെ, ഇൻ ദാറ്റ് ടൈം അവിടെ പോയിട്ട് നിങ്ങൾ എന്താണ്, നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആണ്, യു ഹാവ് എ ഹൈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഓക്കെ, ബട്ട് ആ പീപ്പിൾസിനെ നോക്കുക. സോ ജസ്റ്റ് എന്ത് ചെയ്യണം? ആ പീപ്പിൾസിനെ വാച്ച് ചെയ്യണം. ഓക്കെ, ഇവർക്ക് ഓക്കെ ആണോ? ഇവർ ഏത് ലാംഗ്വേജ് ആണ് ഇവർക്ക് ഫ്ലുവൻ്റ് ആയിരിക്കും? ചിലപ്പോൾ നിങ്ങൾ ഹൈ ലെവൽ ഇംഗ്ലീഷ് ആയിരിക്കും. ഓക്കെ, പക്ഷെ അവർക്ക് എന്താ ചെയ്യുക? ഹൈ ലെവൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. സോ നിങ്ങൾ ഓഡിയൻസിനെ ജഡ്ജ് ചെയ്ത ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സംസാരിക്കേണ്ടത്. അതർവൈസ് നിങ്ങൾ ഹൈ സ്കിൽഡ് ആണ്, ബട്ട് പീപ്പിൾസ് ആർ നോട്ട് സ്കിൽഡ് ദാറ്റ് മച്ച്. ഓക്കെ, ഇൻ ദാറ്റ് കേസ് നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രസന്റ് ചെയ്ത് പോവുകയാണ്, ബട്ട് ഓഡിയൻസ് എന്താവൂല? ആ സാധനം റീച്ച് ആവൂല. സോ നിങ്ങൾ അത്ര സമയം സംസാരിച്ചതൊക്കെ എന്തായി പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്? വേസ്റ്റ് ആയി പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സെറ്റ് ക്ലിയർ? ഓക്കെ, സോ അപ്പോൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? സോ ജസ്റ്റ് എന്ത് ചെയ്യണം? മീൻസ് ദാറ്റ് we are able to express ourselves both verbally and non-verbally in ways that appropriate in our culture and situation. Okay, this means being able to express opinions and desires and also needs and fears. And it may be being able to ask our advice and help in a time of need.
Okay, clear. This means able to express your opinions. So നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഒപ്പീനിയൻ ഉണ്ട്. ഓക്കെ, ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഐഡിയാസ് ഉണ്ട്. ഓക്കെ, ഈ ഐഡിയാസിനെ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രോപ്പർ വേയിൽ എക്സ്പ്രസ് ചെയ്ത് പറഞ്ഞാൽ മാത്രമാണ് ബാക്കി ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്താവുള്ളൂ, അത് മനസ്സിലാവുള്ളൂ. ചില കേസിൽ നമുക്കൊക്കെ അറിയാം, നമ്മൾ പറയാൻ വിചാരിച്ചത് ഒന്നായിരിക്കും, ബട്ട് അവിടെ പറഞ്ഞത് ഒന്നായിരിക്കും. ഓക്കെ, അതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്? എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. Okay, so this means being able to express opinions and desires and also needs and fears. It may be mean being able to ask for advice and help at time of need. Then coping stress. These are the two things important. One is coping stress, another one is coping with emotions. Coping with stress എന്ന് പറയുമ്പോൾ നമ്മളുടെ ലൈഫിൽ എപ്പോഴും സ്ട്രെസ് ഇല്ലാത്ത ആൾക്കാർ ഇവിടെ ഉണ്ടോ? ഈ ക്ലാസ്സിൽ സ്ട്രെസ് ഇല്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഉണ്ടോ ആൾക്കാര്? ഹലോ, പറയണത് കേൾക്കുന്നുണ്ടോ? ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ സ്ട്രെസ് ഇല്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഇതെന്താ റിപ്ലൈ ഒന്നും കാണാത്ത? നോ നോ, സ്ട്രെസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇല്ല, എല്ലാവരും ഇല്ല. ഓക്കെ, സിദ്ധാർത്ഥിന്റെ സ്ട്രെസ് എന്താണെന്ന് ഒന്ന് പറയോ? ലാസ്റ്റ് 2 days ഫീൽ ചെയ്ത സ്ട്രെസ് എന്താണ്? ഓക്കെ, ഈ കാര്യത്തിന് ഞാൻ സ്ട്രെസ് ഫീൽ ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ളത് സിദ്ധാർത്ഥ്. പറഞ്ഞോ. എന്റെ ഏട്ടൻ മതി ബ്രദറ് പഠിക്കാൻ എറണാകുളത്താണ്. അതിന്റെ ഇടക്ക് ഇവരിങ്ങനെ അങ്ങനെ പോയിട്ട് ഇവരിങ്ങനെ ബന്ധുവിട്ട് പോയല്ലോ ആള് വന്നാല്. അന്നേരം ഞാൻ ഇടയിൽ പഠിക്കുമ്പോ അങ്ങനെ ഇത് തോന്നുന്നു. ഓ, ഓക്കെ. വേറെ ഗുഡ്. ഓക്കെ, വേറെ സൗരവ് ശ്രീജിത്തിന് സ്ട്രെസ് ഇല്ല? സൗരവ് സ്ട്രെസ് ഇല്ല? അങ്ങനെ സ്ട്രെസ് ഒന്നുമില്ല. ആണോ? അപ്പൊ 2 days ഞാൻ ഫുഡ് കിട്ടണില്ല, ഫുഡ് കിട്ടിയില്ലെങ്കിൽ സ്ട്രെസ് വരുമോ? അത് അങ്ങനത്തെ ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായില്ല. അപ്പൊ ഇതുവരെ സ്ട്രെസ് ഒന്നും അനുഭവിച്ചില്ല. ഇമാജിൻ ദാറ്റ് സിറ്റുവേഷൻ. സോ കമ്മിങ് 2 days നിനക്ക് ഫുഡ് കിട്ടിയിട്ടില്ല, അപ്പൊ എന്താ വരിക? സ്ട്രെസ് വരാം അല്ലേ? ഓക്കെ, ഒരാളിന് സ്ട്രെസ് ഇല്ല. ഗുഡ്. ഓക്കെ, വേറെ ആരെങ്കിലും സ്ട്രെസ് ഇല്ലാത്ത ആൾക്കാരുണ്ടോ? ഓക്കെ, സ്ട്രെസ് ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് 2 modules സ്ട്രെസ് ഡയറി എഴുതണം. ഓക്കെ, സ്ട്രെസ് ഡയറി എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഒരു 5 days ഒരു 1 week അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്ത ശേഷം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് സ്ട്രെസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇന്ന മോർണിംഗ് ആണെങ്കിൽ ഇന്ന മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? 1 by 1 ആയിട്ട് എഴുതണം. ഓക്കെ, ഈ കാര്യത്തിന് ഞാൻ സ്ട്രെസ് ചെയ്തു, ഈ കാര്യത്തിന് സ്ട്രെസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിന്റെ അടുത്ത ആക്ടിവിറ്റി എങ്ങനെ തരും? ആ സ്ട്രെസ് നിങ്ങൾ കണ്ടുപിടിച്ചല്ലോ, അതിന്റെ സൊല്യൂഷൻ എന്താണെന്നൊക്കെ എഴുതണം. അതിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ coping with stress means recognize the source of stress in our lives. ഓക്കെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു സിദ്ധാർത്ഥ് പറഞ്ഞു, ഓക്കെ, അവന്റെ സ്ട്രെസ്സിന്റെ സോഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് എനിക്ക് സ്ട്രെസ് വരാനുള്ള ഒരു സോഴ്സ് ആയിരുന്നതെന്ന്. ഓക്കെ, അപ്പൊ ഹോപ്പിംഗ് വിത്ത് സ്ട്രെസ് മീൻസ് നമ്മുടെ ഡേ ടു ലൈഫിൽ നമ്മൾ വി ഫീൽ മെനി ടൈപ്പ് ഓഫ് സ്ട്രെസ്സസ്. ഇൻ ദാറ്റ് കേസ് വി ആർ ജസ്റ്റ് റെക്കഗ്നൈസിങ് ദി സോഴ്സ് ഓഫ് സ്ട്രെസ് ഇൻ അവർ ലൈഫ്സ്. ഓക്കെ, സോ അപ്പൊ സോഴ്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പം ആ സ്ട്രെസ്സിലുണ്ട് പുറത്തു വരാൻ ഈസി ആയിട്ടിരിക്കും. ബട്ട് ചില സ്ട്രെസ് ഒക്കെ നമ്മൾ ചിലപ്പോൾ മെന്റലി എന്തായിരിക്കും, വി ഫീൽ സം മോർ സ്ട്രെസ്, ബട്ട് നമുക്ക് എന്താണ് അതിന്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ കുറേ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇൻ ദാറ്റ് ടൈപ്പ് ഓഫ് സ്ട്രെസ് ഇറ്റ് ഈസ് ടു ഡേഞ്ചർ. Okay, so coping with stress means recognizing the source of stress in our lives. നമ്മളുടെ ലൈഫിൽ എന്തൊക്കെ കേസിനൊക്കെയാണ് നമ്മൾ സ്ട്രെസ് ആവണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? We need to analyze that. Okay, so recognizing how this affects us and acting in ways that help us to control our level of stress. ഓക്കെ, അപ്പൊ സ്ട്രെസ് വന്നതുകൊണ്ട് ഞാൻ എന്തൊക്കെയാണ് എനിക്ക് പ്രോബ്ലം വന്നത്, അത് ഞാൻ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പോണത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യേണ്ടതാണ് കോപ്പിംഗ് വിത്ത് സ്ട്രെസ്. ക്ലിയർ ആണോ? കോപ്പിംഗ് വിത്ത് സ്ട്രെസ് മീൻസ് റെക്കഗ്നൈസിങ് ദ സോഴ്സ് ഓഫ് സ്ട്രെസ് ഇൻ അവർ ലൈഫ്സ്, recognizing how this affects us and acting in ways that help us
control our level of stress by changing our environment, our lifestyle, and learning how to relax. ഓക്കെ, അപ്പൊ സ്ട്രെസ് നമുക്ക് എവിടെ വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിലാക്സ് ആവാനും പറ്റും. എങ്ങനെ റിലാക്സ് ആവാനുള്ളത്? ഇസ് ഇറ്റ് ക്ലിയർ? ഹോപ്പിംഗ് വിത്ത് സ്ട്രെസ് ക്ലിയർ ആണോ? ഇറ്റ് ഈസ് റെക്കഗ്നൈസിങ് ദി സോഴ്സ് ഓഫ് ദ സ്ട്രെസ്. ഓക്കെ, സോഴ്സ് ആണ്. നമുക്ക് സ്ട്രെസ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഓർ തേർഡ് മോഡ്യൂളിൽ ഫുള്ള് സ്ട്രെസ് ആണ്. സ്ട്രെസ് ഡയറി മെയിൻ്റെനൻസ്, സ്ട്രെസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറേ നമ്മൾ യോഗ പോലുള്ള കുറേ കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ എങ്ങനെയൊക്കെ നമ്മൾ സ്ട്രെസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ സ്ട്രെസ് എന്നുള്ളത് കോപ്പിംഗ് വിത്ത് സ്ട്രെസ് ക്ലിയർ ആയ. കോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? വി നീഡ് ടു അനലൈസ് ദി സോഴ്സ് ഓഫ് ദി സ്ട്രെസ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? We need to recognize the source of the stress in our life, recognizing how this affects us and active in a ways that help us to control our level of stress by changing our environment or lifestyle and learning how to relax. Is it clear? The next one is coping with emotion. Okay, so coping with emotion means involving recognizing the emotions. Okay, in our life we have a lot of emotions are there, right? Laughing, anger, sadness. It's like a positive emotions and negative emotions and. So coping with stress means we are recognizing the stress. Okay, means involving the recognizing emotions. Okay, so with us and others being aware of how emotions influence behavior and being able to respond to emotions appropriately. Okay, sometimes നമ്മൾ എന്താണ് too much happy വന്നാലും നമ്മളുടെ behavior change ആവും, too much ആങ്കർ വന്നാലും ഹാപ്പി ആവും. നമ്മളുടെ ഹാപ്പിനെസ്സിൽ നിങ്ങൾക്ക് ഉറപ്പാണ് നമ്മൾ ഒരു ടൈം ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? എനിക്ക് എസ് ആർ നോ മതി. ഓക്കെ, ഇൻ സം സിറ്റുവേഷൻസ് യു ആർ ടു മച്ച് ഹാപ്പി. ഓക്കെ, ആ ടൈമിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹാപ്പി ആയിട്ട് ഹാപ്പി മൂഡിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഹാപ്പി മൂഡിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ 100% കറക്റ്റ് ആയിരിക്കുമോ? 100% കറക്റ്റ് ആയിരിക്കുമോ? യെസ് ആണോ നോ ആണോ? സിറ്റുവേഷൻ മനസ്സിലായോ? നോ. ചിലപ്പോൾ നമ്മൾ ഹാപ്പി മോഡിൽ പിന്നെ നമ്മൾ നോർമൽ ആവുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നുണ്ടാവും നമ്മൾ ചെയ്തത് എന്തായിരിക്കും, ഒരു വൻ തെറ്റായിരിക്കും അല്ലെ? ചില ആൾക്കാർ നമ്മൾ ചിലപ്പോൾ ഹാപ്പി മോഡിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണെന്നറിയോ? ചില ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും? ഹർട്ട് ചെയ്യും അല്ലേ? ഇപ്പോൾ നമ്മൾ നല്ല ഹാപ്പി മോഡിലാണ്. അപ്പോൾ നമ്മൾ ഹാപ്പി മോഡിൽ നിൽക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടോ ആരെ വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? സഡനായിട്ട് എന്തായിക്ക് പോകും? ഹർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ നമുക്ക് എന്താണ് ടു മച്ച് എമോഷൻസ് ഒരിക്കലും വരാൻ പാടില്ല. ഓക്കെ, എല്ലാ എമോഷൻസും നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന രീതിയിലായിരിക്കണം. അത് ഹാപ്പിനെസ് ആയിക്കോട്ടെ, ആങ്കർ ആയിക്കോട്ടെ, സാഡ്നെസ് ആയിക്കോട്ടെ, എന്ത് എമോഷൻസിലും ആയിക്കോട്ടെ. ബട്ട് എല്ലാ എമോഷൻസും നിങ്ങളെ കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന രീതിയിലിരിക്കണം. ഓക്കെ, അങ്ങനെ ഇരുന്നാൽ മാത്രമാണ് നമുക്ക് നോർമൽ ഹ്യൂമൻ ബീയിങ് ആയിട്ട് നിൽക്കാൻ പറ്റും. ഓക്കെ, ടു മച്ച് ഹാപ്പിനെസ് വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. അതുപോലെ ടു മച്ച് സാഡ്നെസ് വന്നിട്ടുണ്ടെങ്കിലും പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ എന്തും ഒരു എമോഷൻസും നിങ്ങളുടെ കൺട്രോളിലുണ്ട്, ഓവറായിട്ട് പോകാൻ പാടില്ല. ഓക്കെ, സോ ഹോപ്പിംഗ് വിത്ത് എമോഷൻസ് മീൻസ് ഇൻവോൾവിങ് recognizing emotions with us and others, being aware of how emotions influence behavior. ഓക്കെ, അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലൈനാണ് അത്. ബീയിങ് അവെയർ ഓഫ് ഹൗ എമോഷൻസ് ഇൻഫ്ലുവൻസ് ബിഹേവിയർ. ആ എമോഷൻസ് വന്നുകൊണ്ട് നമ്മളുടെ അടുത്തുള്ള ബിഹേവിയറാണ്. ഓക്കെ, ഇപ്പം ചില ആൾക്കാരെ നമ്മൾ പറയാല്ലേ, ചില ആ ടൈമിലൊക്കെ നല്ലതായിരുന്നു, ഇപ്പം അവരുടെ ബിഹേവിയർ വേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെന്താണ്? സപ്പോസ് നമ്മൾ എന്താണ് സംടൈംസ് നമ്മൾ പൂറായിരുന്നിട്ടുണ്ടാവും. ഓക്കെ, പൂറായിരിക്കുമ്പോൾ നമ്മൾ ആ കുറേ ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. സോ സഡനായിട്ട് നമ്മൾ റിച്ചായി. ഓക്കെ, റിച്ച് ആകുമ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്ത ആൾക്കാർ ആ ടൈമിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് എഗെയിൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മൾ ടു മച്ച് ഹാപ്പിനെസ്സിലാണ്. അപ്പോൾ നമ്മളുടെ ബിഹേവിയറിൽ കുറേ ചേഞ്ചസ് വരും. അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? വരാൻ പാടില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണ്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ സാഡ്നെസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റെന്ന് വിചാരിക്കും. അങ്ങനെ തെറ്റാവാനും സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെ ആയാലും എമോഷൻസ് നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ എമോഷൻസ് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ബിഹേവിയറിനെ എന്ത് ചെയ്യണം? ഇൻ ദ മിഡിൽ ബിറ്റ്വീൻ വി നീഡ് ടു അനലൈസ് അവർ ബിഹേവിയർ. നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം.
Okay, so being aware of how emotions influence behavior and being able to respond to emotions appropriately. Intentions, emotions like anger or sadness can have negative effects on your health. Okay, emotions danger ആയിട്ടുള്ള രണ്ട് എമോഷൻസ് ആണ് ഇന്റൻസ് എമോഷൻസ് ലൈക്ക് ആങ്കർ ആർ സാഡ്നസ്. ആങ്കർ എന്ന് പറയുമ്പോൾ അറിയാമല്ലേ, ദേഷ്യപ്പെടുന്നത്, സാഡ്നസ് ഒക്കെ ഫുൾ ടൈം. ചില ആൾക്കാർ ഫുൾ ടൈം കാണുന്നുണ്ടാവും ഭയങ്കര ഫീലിങ്സിൽ. എന്തിനാ ഫീലിങ്സിൽ ഇരിക്കുന്നത് ചോദിച്ചാൽ അതിന് ആൻസർ ഉണ്ടാവില്ല. എന്തിനാ ദേഷ്യപ്പെടണം എന്ന് പറഞ്ഞാൽ അതിനും ആൻസർ ഉണ്ടാവില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ക്ലാസ്സിൽ? ഫുൾ ടൈം ഒരേ ഫീലിങ്സിലായിരിക്കും. എന്തിനാ ഫീലിങ്സ് എന്നുള്ളത് അവർക്ക് ഒരിക്കലും അറിയില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരും ഇല്ല. ഫുൾ ടൈം ഫീലിങ്സിൽ എന്തോ ആണ് ലോസ് ചെയ്തതുപോലെ എന്തെങ്കിലും ആൾക്കാരുണ്ടോ? ഇല്ലേ? എന്നാ നിങ്ങൾ ടയർഡായ? 12:30 അല്ലേ, 12:20 അല്ലേ ആയിട്ടുള്ളൂ. 1 o'clock അല്ലേ ഫുഡ്? Silent. Okay, so intense emotions like anger and sadness can have negative effects on our health if you do not respond effectively. Okay, too much of anger and too much of sadness will affect your health. Okay, so these are the 10 things designed by life skill. Okay, now ഒരു കോമ്പറ്റീഷൻ വെക്കട്ടെ. നമ്മളൊരു 10 ഹെഡിങ് പഠിച്ചല്ലേ? 10 ഹെഡിങ് ആരെങ്കിലും ഒരാൾ മൈക്ക് ഓൺ ചെയ്തിട്ട് 1 by 1 ആയിട്ട് തെറ്റിപ്പോയാലും കുഴപ്പമില്ല, മിസ്സായത് ബാക്കി ആൾക്കാർ പറഞ്ഞു കൊടുക്കാം. പറയോ, ഓർഡർ ചേഞ്ച് ആയാലും കുഴപ്പമില്ല. ഓക്കെ, ലൈഫ് സ്കിൽ ഡിസൈൻ ബൈ ഹ്യൂ. ഏതെങ്കിലും ഒരാൾ മൈക്ക് ഓൺ ചെയ്യും, ഞാൻ സപ്പോർട്ട് ചെയ്യാം. ഫസ്റ്റ് 12:30 ആണ് കഴിയുക. ഓക്കെ എടാ, മൈക്ക് ഓൺ ചെയ്യും ആരെങ്കിലും ഫാസ്റ്റ്. ഒരാളാ മൈക്ക് ഓൺ ചെയ്യും. വീട്ടിലല്ലേ ഇരിക്കണ, ആരും ഫേസ് കാണൂല. ഞാൻ പറഞ്ഞു തരാം ആൻസർ. ലൈഫ് സ്കിൽ ഡിസൈൻ ബൈ ഹൂ. മൈക്ക് ഓൺ ചെയ്. ഡു ഫാസ്റ്റ്. ആരില്ലേ? ഡു ഫാസ്റ്റ്. ആരാണ് ചെയ്ത? ഫാത്തിമ. പറഞ്ഞോ ഫാത്തിമ. ഫസ്റ്റ് ലൈഫ് സ്കിൽ ഡിസൈൻ ബൈ ഹൂ. ഫസ്റ്റ് വൺ സെൽഫ് അവയർനെസ്. ഫസ്റ്റ് വൺ സെൽഫ് അവയർനെസ്. ഗുഡ്. ഓക്കെ, സെൽഫ് അവയർനെസ് നമ്മൾ എന്തൊക്കെ നോക്കണം? പോസിറ്റീവ്നെസ്സും. ഇതല്ലേ പറയേണ്ടത്? ഓക്കെ, ഞാൻ ജസ്റ്റ് പറയാണ്. അപ്പൊ സെൽഫ് അവയർനെസ്സിൽ ഓക്കെ, കേൾക്കണില്ല? ഹലോ ഓക്കെ ഓക്കെ ഓക്കെ, സെൽഫ് അവയർനെസ്. ദെൻ നെക്സ്റ്റ് വൺ. ഹലോ, പറഞ്ഞോ, കേൾക്കുന്നുണ്ട്. നീ പറഞ്ഞോ, ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. എംപതി. ഓക്കെ, ദെൻ തേർഡ് വൺ ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിയേറ്റീവ് തിങ്കിങ്. ഓക്കെ, 4I. ദെൻ ഡിസിഷൻ മേക്കിംഗ്. പ്രോബ്ലം സോൾവിംഗ്. 6I. ദെൻ effective communication. Interpersonal relationship. Coping with stress. Last one, coping with emotion. ഓക്കെ, അത്രേ ഉള്ളൂ. ഗുഡ്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ റാൻഡം ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വാട്ട് ഈസ് മീൻ ബൈ ഹോപ്പിംഗ് വിത്ത് സ്ട്രെസ്? ഫാത്തിമ സുഹാറ, ഹോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ പറഞ്ഞാലും മതി. ഹോപ്പിംഗ് വിത്ത് സ്ട്രെസ്. ഫാത്തിമ സുഹാറ, ഹോപ്പിംഗ് വിത്ത് സ്ട്രെസ്. കാണില്ല. അശ്വാൽ MK. അശ്വാൽ MK, മൈക്ക് ഓൺ ചെയ്യോ? സാർ, ഹോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. സ്ട്രെസ് എവിടെ വന്നെന്നുള്ളത് നോക്കേണ്ടതാണ്. ഓക്കെ, ഗുഡ്.
Mute. Okay. Next heading is attitude. Attitude എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ ചോദിക്കാം. വാട്ട് ഈസ് മീൻ ബൈ ആറ്റിറ്റ്യൂഡ്? ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താ? ഒരാളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അവരുടെ ബിഹേവിയർ ആയിരിക്കും അല്ലേ? നമ്മൾ പറയാനില്ല അവൻ്റെ ആറ്റിറ്റ്യൂഡ് ശരിയില്ല, അങ്ങനെയൊക്കെ പറയാം അല്ലേ? സോ ആറ്റിറ്റ്യൂഡ് അതിനൊക്കെ ഡെഫിനിഷൻ ഉണ്ട്. ആറ്റിറ്റ്യൂഡ് ഈസ് ഹൗ വി റെസ്പോണ്ട്. നമ്മൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണോ ഒരാൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നത്, അതിനെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുക. ആറ്റിറ്റ്യൂഡ് ഈസ് ഹൗ വി റെസ്പോണ്ട്. ആറ്റിറ്റ്യൂഡ് ഈസ് നത്തിങ് ബട്ട് എ ഫ്രെയിം ഓഫ് മൈൻഡ് അല്ലേ? നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും സെയിം ആയിരിക്കുമോ? ആറ്റിറ്റ്യൂഡ് എപ്പോഴും ചേഞ്ച് ആവും അല്ലേ? ഹാപ്പി ആയിരിക്കുമ്പോൾ ഒരു ആറ്റിറ്റ്യൂഡാണ്, സാഡ്നെസ് ആയിട്ടിരിക്കുമ്പോൾ ഒരു ആറ്റിറ്റ്യൂഡാണ്, ആങ്കർ ആയിട്ടിരിക്കുമ്പോൾ ഒരു ആറ്റിറ്റ്യൂഡാണ്. സോ ഇൻ ഓൾ ദാറ്റ് ടൈം വി ആർ ചേഞ്ചിങ് അവർ ആറ്റിറ്റ്യൂഡ്. സോ ഹിയർ ക്ലിയർലി ഡിഫൈൻ ദ ഡെഫിനിഷൻ. ആറ്റിറ്റ്യൂഡ് ഈസ് ഹൗ വി റെസ്പോണ്ട്. ആറ്റിറ്റ്യൂഡ് ഈസ് നത്തിങ് ബട്ട് എ ഫ്രെയിം ഓഫ് മൈൻഡ്. Okay, attitude is how we respond. Attitude is nothing but a frame of mind. It can be defined as predisposition to respond. Predisposition means we are holding a particular attitude. Okay, നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, ഒരു പർട്ടിക്കുലർ ആറ്റിറ്റ്യൂഡ് ഫിക്സ് ആയിരിക്കണം. സഡൻ ആയിട്ട് എപ്പോഴും ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താൽ അത് ശരിയാവില്ല. Okay, attitude is how we respond. Attitude is nothing, it's a frame of mind. Frame of mind means ആ ടൈമിൽ നമ്മളുടെ മൈൻഡിൽ എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ആറ്റിറ്റ്യൂഡ്. ഓക്കെ, ഹാപ്പി ആയിരുന്നാലും നമ്മൾ ആ ടൈമിൽ ചിരിക്കുന്നതായിരിക്കും നമ്മളുടെ ആറ്റിറ്റ്യൂഡ്. ആങ്കർ ആണെങ്കിൽ നമ്മൾ എപ്പോഴും സൈലന്റ് ആയിട്ടിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഡിപ്പെൻഡ് ഓൺ യുവർ mind. Okay, it can be defined as the predisposition to respond positively or negatively towards any stimuli, be in the action, a notation, a situation, a person, or an object. Okay, so stimuli means it's like a interesting. Okay, it can be defined as predisposition to respond positively or negatively towards any interesting. Okay, any interesting means any situations. Okay, so it can be defined as predisposition means it's hold like a particular attitude to respond positively or negatively towards any interesting attitudes. Okay, interesting situation means like that. Okay, stimuli be in an action, a notation, a situation, a person, or an object. Okay, so attitude tomorrow നോക്കാം. ഓക്കെ, നാളെ ഒരു ആക്ടിവിറ്റി തരട്ടെ ഞാൻ. ഓക്കെ, 2 days ലീവ് അല്ലേ? അപ്പൊ സാറ്റർഡേ സൺഡേ